السلام عليكم بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ ഗുരുനാഥന്മാരെ, വിധികർത്താക്കളെ, രക്ഷിതാക്കളെ, അസ്മി ആർട്ടാലയ ഫെസ്റ്റിൽ എൻ്റെ നബി എൻ്റെ മാതൃക എന്ന വിഷയത്തിൽ അല്പം ചില കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ നിങ്ങളോട് ഇവിടെ പറയാം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. സദസ്യരെ, ഈ ലോകത്ത് വസിക്കുന്ന നാം നന്മയിൽ അധിഷ്ഠിതരായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാതൃക വേണം. ആ മാതൃക വിശുദ്ധ ഖുർആൻ പറഞ്ഞത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൽ ഹസന. 63 വർഷക്കാലം മാത്രം ജീവിച്ച നബിയുടെ ജീവിതത്തിലെ നിഖില മേഖലകളിലും മഹത്തായ മാതൃക നമുക്ക് കാണാൻ സാധിക്കും. ഡാർക്ക് ഏജ് എന്ന ലോകം വിശേഷിക്കപ്പെട്ട ഇരുണ്ട കാലത്ത് പിറന്ന നബി കുഞ്ഞുനാൾ മുതൽ അൽ അമീൻ എന്ന നാമത്തിലായിരുന്നു അറിയപ്പെട്ടത്. വിശ്വസ്തനും നീതിമാനും കാരുണ്യവാനുമായി ജീവിച്ച നബിയുടെ ജീവിതം പഠിച്ചാൽ മറ്റൊരു മാതൃക നമുക്ക് അന്വേഷിക്കേണ്ടി വരില്ല. ഏറ്റവും നല്ല സ്വഭാവവും നല്ല കുടുംബനാഥനും നല്ല ഭരണീയനും നല്ല യോദ്ധാവും നല്ല ത്യാഗിയും നാം ആവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിലെല്ലാം നബിയുടെ ചര്യ പിൻപറ്റിയാൽ മാത്രം മതി. മക്ക ഫതഹിന്റെ നാളിൽ മദീനയിൽ നിന്നും വരുന്ന വഴിയെ ഒരു നായ പ്രസവിച്ചു കിടപ്പുണ്ടെന്നറിഞ്ഞപ്പോൾ അശ്രദ്ധയിൽ എൻ്റെ സഹാബത്തിനാൽ നായക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് കരുതി വഴിമാറി സഞ്ചരിച്ച ആ പ്രവാചകനിൽ മാനവികതയുടെ മാതൃക നമുക്ക് കാണാൻ സാധിക്കും. യുദ്ധത്തിൽ പോലും സ്ത്രീകളെയോ കുട്ടികളെയോ ആക്രമിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് അനുയായികൾക്ക് മനുഷ്യത്വത്തിന്റെ മാതൃക തീർക്കുകയായിരുന്നു. തൻ്റെ നേരെ വാളുയർത്തി മുഹമ്മദേ, നിന്നെ ആര് രക്ഷിക്കുമെന്ന് ആക്രോശിച്ച ശത്രുവിനെ അതേ സമയം പകരം ചെയ്യാൻ അവസരമുണ്ടായിട്ടും മാപ്പു നൽകിയ നബി. പെരുന്നാൾ ദിനം സങ്കടപ്പെട്ട അനാഥ ബാലനെ ചേർത്ത് പിടിച്ചു. അനാഥരെ സംരക്ഷിക്കുന്നവരും ഞാനും സ്വർഗത്തിൽ ഇതുപോലെയാണെന്ന് പറഞ്ഞ് സ്വാന്തനത്തിന്റെ മാതൃക നമുക്ക് കാണിച്ചു തന്നു. ഓരോ മനുഷ്യന്റെ ജീവിതാരംഭം മുതൽ അവസാനം വരെ അവനിടപെടുന്ന എല്ലാ മേഖലകളിലും എങ്ങനെയാവണമെന്നു ജീവിച്ചു കാണിച്ചു തന്ന നബിയാണ് എൻ്റെ മാതൃക. വാഹിർ ദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.